അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ പാർട്ട് 2 കിതാബിലെ 5-ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുൽ ഖാമിസു, പാഠം 5, അല്ലാഹു. അല്ലാഹു എന്ന പദം പല സന്ദർഭങ്ങളിൽ നമ്മൾ ഉച്ചരിക്കേണ്ട വിധത്തിനെ കുറിച്ചാണ് ഇന്നത്തെ പാഠത്തിൽ പഠിക്കുന്നത്. നോക്കാം. അല്ലാഹു റബ്ബി, അല്ലാഹു അക്ബർ, അല്ലാഹു അഹദ്, സുബ്ഹാനല്ലാഹ്, സമിഅല്ലാഹ്, യർഹമുക്കല്ലാഹ്, ജസാക്കുമുല്ലാഹ്, സലാമുല്ലാഹ്, യഹ്ദീക്കുമുല്ലാഹ്, അഊദു ബില്ലാഹി, ബിസ്മില്ലാഹി, അൽഹംദുലില്ലാഹി. ഇവിടെ ഈ 3 റോയിലും നമ്മൾ അല്ലാ 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 എന്ന സൗണ്ടാണ് വന്നത് അല്ലേ? പക്ഷേ ഈ ഒരു റോയിൽ നമ്മൾ ല സൗണ്ടാണ് വന്നത്. എന്തുകൊണ്ടാണത് നമുക്ക് നോക്കിയാലോ. ഇവിടെ നോക്കൂ. അല്ലാഹു റബ്ബി, അല്ലാഹു അക്ബർ, അല്ലാഹു അഹദ്, സുബ്ഹാനല്ലാഹ്, സമിഅല്ലാഹ്, യർഹമുക്കല്ലാഹ്. ഇവിടെയെല്ലാം അല്ലാഹു എന്ന പദത്തിന് ഫ്രണ്ടിലായിട്ട് എന്ത് വന്നു? ഫതഹ് ചിഹ്നമാണ് വന്നിരിക്കുന്നത് അല്ലേ? ഫതഹ് ചിഹ്നം വന്നു. ഇനി അടുത്ത റോ നോക്ക്. ജസാക്കുമുല്ലാഹ്, സലാമുല്ലാഹ്, യഹ്ദീക്കുമുല്ലാഹ്. ഇവിടെ അല്ലാഹു എന്ന പദത്തിന് മുമ്പായിട്ട് ലമ്മ ചിഹ്നവും വന്നു. അപ്പോൾ അല്ലാഹു എന്ന പദത്തിന് മുമ്പായിട്ട് ഫതഹോ ലമ്മോ വരികയാണെങ്കിൽ നമ്മളെങ്ങനെ ഉച്ചരിക്കണം? ഖനപ്പിച്ച് ഉച്ചരിക്കണം. അതായത് അല്ലാഹു എന്ന പദത്തിന് ഖനം കൊടുത്ത് ഉച്ചരിക്കണം. എന്നാൽ ഇവിടെ നോക്കൂ. അഊദു ബില്ലാഹി, ആ അല്ലാഹു എന്ന പദത്തിന് മുമ്പായിട്ട് കിസറുള്ള ഒരക്ഷരമാണ് വന്നത്. അപ്പോൾ കിസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേർപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത്. അഊദു ബില്ലാഹി, ബിസ്മില്ലാഹി, അൽഹംദുലില്ലാഹി. കണ്ടോ? അപ്പോൾ ഫതഹോ ലമ്മോ വന്നു കഴിഞ്ഞാൽ ഖനപ്പിച്ച് ഉച്ചരിക്കണം. കിസർ വന്നു കഴിഞ്ഞാൽ നേർമയായിട്ട് ഉച്ചരിക്കണം. മനസ്സിലായോ? നോക്കി. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇവിടെ അല്ലാഹു എന്ന പദത്തിന് മുമ്പ് കിസർ വന്നതുകൊണ്ട് ബിസ്മില്ലാഹി എന്ന് ഉച്ചരിച്ചു. തവക്കൽതു അലല്ലാഹ്, അല്ലാഹു എന്ന പദത്തിന് മുമ്പായിട്ട് വന്ന വാക്കിന് ഫതഹ് ചിഹ്നം വന്നു. അതുകൊണ്ട് നമ്മൾ കനപ്പിച്ച് ഉച്ചരിച്ചു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇനി നമുക്ക് ആക്ടിവിറ്റി നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കി. ഖനപ്പിച്ച് പറയേണ്ടതും നേർപ്പിച്ച് പറയേണ്ടതും തരം തിരിക്കാം. 2 കോളം കൊടുത്തിട്ടുണ്ട്. ഒരു കോളത്തിൽ കുറച്ച് വാക്കുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കനപ്പിച്ച് പറയേണ്ടത് ഇവിടെയും നേർപ്പിച്ച് പറയേണ്ടത് ഇവിടെയും നമുക്ക് എഴുതേണ്ടതുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? അല്ലാഹു എന്ന പദത്തിന് മുമ്പ് ഫതഹോ ലമ്മോ വരികയാണെങ്കിൽ കനപ്പിക്കണം. കിസറാണ് വരുന്നതെങ്കിൽ നേർപ്പിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ. നൂറുല്ലാഹ്, അല്ലാഹു എന്ന പദത്തിന് മുമ്പ് ഏതാ വന്നിരിക്കുന്ന ചിഹ്നം? ലമ്മാണ്. അപ്പോൾ അതെവിടെയാണ് വരണ്ടേ? കനപ്പിക്കേണ്ട കൂട്ടത്തിൽ വരും. അടുത്ത റസൂലില്ല എന്നുള്ളതിന് അല്ലാഹു എന്ന പദത്തിന് മുമ്പ് കിസർ വന്നു. അതുകൊണ്ട് അവിടുത്തെ നേർപ്പിക്കേണ്ട സെക്ഷനിലാണ് എഴുതേണ്ടത്. അടുത്തത് നോക്ക്. അയ്യദക്കല്ലാഹ്. അപ്പോൾ കാഫിന് എന്ത് ചിഹ്നം വന്നിരിക്കുന്നത്? ഫതഹ് ചിഹ്നം വന്നതുകൊണ്ട് നമ്മളതിനെ ഖനപ്പിക്കുന്ന കൂട്ടത്തിൽ എഴുതണം. അടുത്ത ബിഇദ്നില്ലാഹി, കിസർ വന്നതുകൊണ്ട് നേർപ്പിക്കുന്ന കൂട്ടത്തിൽ എഴുതണം. ഖാലല്ലാഹു, അവിടെ ഫതഹ വന്നത്. അതുകൊണ്ട് അതും ഈ കോളത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോകാം. അല്ലാഹ് എന്നത് ചേർത്ത് വായിക്കാം. ഇവിടെ കുറച്ച് ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്, പൂരിപ്പിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അല്ലാഹ് ചേർത്ത് വായിക്കണം. ഫീ ദീനില്ലാഹി അഫ്വാജ. ഇവിടെ അല്ലാഹ് എന്ന് എഴുതുമ്പോൾ എങ്ങനെ വരും? വായിക്കും. ഫീ ദീനില്ലാഹി അഫ്വാജ. അടുത്തതിൽ നോക്ക്. അഫില്ലാഹി ശക്കുൻ, അഫില്ലാഹി ശക്കുൻ. അടുത്തത് മിൻ ഇൻദില്ലാഹി,
മിൻ ഇൻദില്ലാഹി. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെ എഴുതേണ്ടതെന്ന്, എങ്ങനെ വായിക്കേണ്ടതെന്നും. ഓക്കെ, അടുത്തത് നോക്കൂ. മൂന്നാമത്തെ ആക്ടിവിറ്റി, ഹായിൽ വഖഫ് ചെയ്തും മഖ്റജ് അനുസരിച്ചും പറയിപ്പിക്കാം. വഖഫ് ചെയ്യുക എന്ന് വെച്ചാൽ നിർത്തി പറയുക എന്നാണ്. ഉച്ചാരണം അവിടെ നിർത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മഖ്റജ് എന്ന് വെച്ചാൽ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനത്തിനനുസരിച്ച് പറയാനാണ് പറയുന്നത്. നോക്കിയേ, യാ അല്ലാഹ്. നമ്മൾ ഹായിൽ വഖഫ് ചെയ്യാന്ന് വെച്ചാൽ ആ ലാമ് കൊണ്ട്, അതായത് തൊട്ട് മുമ്പുള്ള അക്ഷരം കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് അങ്ങനെ പറയുന്നത്. യാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ഇൻഷാ അല്ലാഹ്. മനസ്സിലായോ? അവിടെ ഹാഇൻ്റെ ഉച്ചാരണം, ഹാഇന് നമ്മൾ നമ്മും കിസറും ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ ചിഹ്നം ഇട്ട് വായിക്കില്ല, പകരം അവിടെ സ്റ്റോപ്പ് ചെയ്ത് വായിക്കും. മനസ്സിലായോ? അവിടെ നമ്മൾ ഹാഇനെ സൈലൻ്റാക്കി വായിക്കും, അതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും ഒക്കെ മനസ്സിലായല്ലോ. അള്ളാഹു എന്ന പദത്തിന് മുമ്പായിട്ട് ഫതഹോ ലമ്മോ വരികയാണെങ്കിൽ നമ്മൾ കനപ്പിച്ച് വായിക്കണം. അതല്ല കിസറാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേർപ്പിച്ച് വായിക്കണം. അതാണ് നമ്മൾ ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാഠഭാഗം വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, മനസ്സിലായല്ലോ. ഒന്നും കൂടെ വായിക്കണോ? അല്ലാഹു റബ്ബി, അല്ലാഹു അക്ബർ, അല്ലാഹു അഹദ്, സുബ്ഹാനല്ലാഹ്, സമിഅല്ലാഹ്, യർഹമുക്കല്ലാഹ്, ജസാക്കുമുല്ലാഹ്, സലാമുല്ലാഹ്, യഹ്ദീക്കുമുല്ലാഹ്, അഊദു ബില്ലാഹി, ബിസ്മില്ലാഹി, അൽഹംദുലില്ലാഹി. വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.